ഹായ് ഗായ്സ്, ആദിലയും നൂറയും അവർ ബിഗ് ബോസിനകത്ത് വന്ന് അവരറിഞ്ഞ് ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നത്. വളരെ ഭംഗിയായിട്ട് അവരവരുടെ ഭാഗം നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുന്നതോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ വിഷയം. നമ്മൾ ബിഗ് ബോസിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് തരുന്ന ഗെയിം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ചുമതല. അവിടെ എന്തായാലും ഈ പെൺകുട്ടികൾ ഒരു പ്രശ്നക്കാരോ വെറുപ്പിക്കലോ ഒന്നുമില്ല. അവർ വളരെ സൈലൻ്റായിട്ടിരുന്നിട്ട് ഗെയിം വരുമ്പോൾ അവരത് ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സത്യത്തിൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ വളരെ ഭംഗിയായിട്ട് അവനവൻ ഗെയിം കളിച്ച് മുമ്പോട്ട് പോകുമെന്നുള്ളത് ഒത്തിരി ടാസ്ക്കാണ്. പക്ഷേ ഈ കുട്ടികൾ വളരെ നന്നായിട്ട് ആ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർക്ക് മറ്റൊന്നിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അവർക്ക് ഗെയിം എങ്ങനെ ഭംഗിയാക്കാം, എങ്ങനെ ആൾക്കാരോട് പെരുമാറാം, അതൊക്കെയാണ് അവർ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഏതൊരു സ്ഥാനത്ത് ചെന്നാലും നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പ്രവർത്തന രീതികൾ, ഇതൊക്കെയാണല്ലോ മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മിലേക്ക് വരുന്നത്. ഈ കുട്ടികൾ അത് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ പെരുമാറ്റമാകട്ടെ, അവരുടെ വാക്കുകളാകട്ടെ, അവരുടെ പ്രവർത്തന ശൈലിയൊക്കെ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന രീതിയിലാണ്. എനിക്ക് ശരിക്കും ഈ രണ്ട് കുട്ടികളുടെ ഈ ഗെയിമിൽ അവർ കാണിക്കുന്ന ഈ രീതികളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ അതൊക്കെ ഓരോ മനുഷ്യരുടെ ഇഷ്ടങ്ങളാണ്. അതൊന്നും വിലയിരുത്താനൊന്നും ഞാനാളല്ല. പക്ഷേ എനിക്കിതാണ് ഗെയിം നന്നായിട്ട് ഇതിൽ കളിക്കുന്നവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ വളരെ ഭംഗിയായിട്ട് അവരുടെ ഭാഗം നിർവഹിക്കുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. വരും ദിവസങ്ങളിൽ കാണാം എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും പ്രകടന രീതികളെന്ന്. ഇപ്പോൾ എന്തായാലും ഈ കുട്ടികൾ അത് കൈകാര്യം ചെയ്യുന്ന രീതി എനിക്കിഷ്ടമായി. ഇപ്പോഴും പെരുമാറ്റവും പ്രകടന രീതിയും, പിന്നെ അവിടെ ഒരുപാട് ഫിസിക്കൽ ആയിട്ട് കുറച്ച് നല്ല എനർജിയൊക്കെ അവിടെ ഉണ്ടാകണം എന്നെനിക്ക് തോന്നുന്നു. എന്നാലേ ഗെയിം നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുള്ളൂ. ചിലപ്പോൾ നല്ല ഇടി കിട്ടിയെന്നിരിക്കും, അടി കിട്ടിയെന്നിരിക്കും. എന്താ പറയുക, അതൊക്കെ സഹിച്ച് മുമ്പോട്ട് പോകുന്നതാണല്ലോ ഇതിൻ്റെ രീതി. ഏതായാലും ഈ കുട്ടികളുടെ ഈ ഗെയിം വരുമ്പോൾ അവർ പ്രകടമാക്കുന്ന രീതികളൊക്കെ എനിക്കിഷ്ടമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇവരുടെ കൂടുതൽ പ്രകടനങ്ങൾ കാണാമെന്ന് ഞാനും ആശിക്കുന്നു.